ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഗ്നൻസിയുടെ സമയത്ത് സേഫ് ആയിട്ടുള്ള എക്സസൈസസ് ഏതൊക്കെയാണ്, അതുപോലെ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി പല അസംഷൻസ് ഉണ്ട്, അതായത് പ്രഗ്നൻസിയിൽ എക്സസൈസ് ചെയ്യുന്നത് സേഫ് ആണോ അല്ലയോ എന്നുള്ള പല അസംഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം ബെനഫിഷ്യൽ ആണ്. നമ്മുടെ പ്രഗ്നൻസി ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ നമ്മുടെ ഒരു എനർജി ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾ ഡെഫിനറ്റായിട്ട് നമ്മുടെ സ്ലീപ്പ്, അതുപോലെ നമ്മുടെ ബോഡിയുടെ പോസ്ചർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് നമ്മൾ ലേബറിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ത്രൂ ഔട്ട് ആ ലേബറിന് ശേഷമുള്ള റിക്കവറി, ത്രൂ ഔട്ട് റിക്കവറിയിൽ നമ്മൾ എക്സസൈസസ് വളരെയധികം ബെനഫിഷ്യലാണ്. ഇനി നമ്മൾ പറഞ്ഞു ഹെൽത്തി പ്രഗ്നൻസി. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തി ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയും? നമുക്ക് കാര്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻസോ റിസ്കുകളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെഫിനറ്റായിട്ടും ഹെൽത്തി പ്രഗ്നൻസിയാണ്. ഇനി ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഏതെങ്കിലും റിസ്കുകളോ കോംപ്ലിക്കേഷൻസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ കാണിച്ചിട്ട് വേണം ഈ എക്സസൈസസ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് റിസ്കുകളും കോംപ്ലിക്കേഷൻസും വരാൻ ചാൻസസ് ഉള്ളത് എന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഓഫ് പ്രീ ടേം ബർത്ത്, നമ്മുടെ ആദ്യത്തെ പ്രഗ്നൻസി നമുക്ക് പ്രീ ടേം ബർത്ത് ആയിരുന്നു, നമ്മൾ ഫുൾ ടൈം എത്തുന്നതിന് മുന്നേ ബേബി ജനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഹിസ്റ്ററി ഉള്ളവർക്ക് വീണ്ടും അത് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അവരൊരു റിസ്ക് കാറ്റഗറിയിലാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, പ്രീ എക്ലാംസിയ നമ്മൾ പറയും, അതുപോലെയുള്ള കണ്ടീഷൻസ്, ഹൈപ്പർ ടെൻഷൻ, BP കൂടുതലുള്ളവർ ഒരു റിസ്ക് കാറ്റഗറിയിലാണ്. പിന്നെ അതുപോലെ ഇപ്പം നമുക്ക് ട്വിൻ ബേബീസ് ആണ്, മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിലും അവരും റിസ്ക് കാറ്റഗറിയിലാണ്. പ്ലസൻറ്റ പ്രീവിയ പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ പ്ലസൻറ്റ നമ്മുടെ സെർവിക്സിനെ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി കവർ ചെയ്തിരിക്കുന്ന പോലൊരു കണ്ടീഷൻസ് ഉള്ളവർക്കും നമ്മൾ റിസ്ക് കാറ്റഗറിയിലാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡയബറ്റീസ്, ടൈപ്പ് 1 ഡയബറ്റീസ് അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ്, പിന്നെ അതുപോലെ ഹാർട്ടിനോ ലങ്സിനോ എന്തെങ്കിലും ഡിസീസസ് ഉള്ളവർ, ഇവരെല്ലാം റിസ്ക് കാറ്റഗറിയിലാണ് നമ്മൾ പറയുന്നത്. പിന്നെ സിവിയർ ആയിട്ടുള്ള അനീമിയ, അതായത് ഹീമോഗ്ലോബിൻ ലെവൽ കുറവുള്ളവർ, ഇതുപോലെയുള്ള കണ്ടീഷൻസൊക്കെ ഉള്ളവരെ നമ്മൾ റിസ്ക് കാറ്റഗറിയിലാണ് പറയുന്നത്. അപ്പോൾ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് അവർക്ക് എക്സസൈസസ് സേഫ് ആണോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം വേണം എക്സസൈസ് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസോ റിസ്കുകളോ ഒന്നും ഇല്ലാത്തവർക്ക് എക്സസൈസ് ചെയ്യുന്നത് വളരെ സേഫാണ് ആൻഡ് വളരെ ബെനഫിഷ്യലുമാണ്. ഇനി ഏതൊക്കെയാണ് നമ്മൾ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള എക്സസൈസസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രഗ്നൻസിയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള, അതുപോലെ എല്ലാ ഡോക്ടേഴ്സും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് വാക്കിംഗ്, നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ട്രൈമസ്റ്ററിലും, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് വാക്കിംഗ്. ഏറ്റവും ലോ ഇമ്പാക്റ്റ് എക്സസൈസാണത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് ഫ്രഷ് എയറൊക്കെ ബ്രീത്ത് ചെയ്ത് നടക്കുന്നതാണ് ഏറ്റവും സേഫ്. ഇനി പുറത്ത് നടക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തവർ വീട്ടിൽ തന്നെ ഒരു ട്രെഡ്മില്ല് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നടക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഒരു 100 pounds ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെഡ്മില്ല് കിട്ടും. നമുക്ക് ഈവൻ പ്രഗ്നൻസിയിലും അതുപോലെ ഡെലിവറിക്ക് ശേഷവും ഒക്കെ നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്തതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും എല്ലാം നമുക്ക് ബെനഫിഷ്യൽ ആയിരിക്കും ഒരു ട്രെഡ്മില്ല് വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇവിടെ പിന്നെ വിൻ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 6 monthsോളം ഒന്നും അധികം പുറത്തൊന്നും നടക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പിന്നെ നാട്ടിലാണെങ്കിൽ തന്നെ പുറത്തൊക്കെ നടക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവർക്കും ട്രെഡ്മില്ല് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മുടെ എക്സസൈസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോർണിംഗിൽ ഒരു 30 minutes, ഈവനിങ്ങിൽ ഒരു 30 minutes. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത്രയും സമയം നമ്മൾ നടക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഇനീഷ്യലി ഒരു 10 minutes വെച്ച് സ്റ്റാർട്ട് ചെയ്ത് സ്ലോലി നമ്മൾ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ സ്പീഡാണെങ്കിലും ആദ്യം ഒരു ലോ സ്പീഡിൽ നടന്ന് നമ്മുടെ ബോഡി അതിനോടൊന്ന് യൂസ്ഡ് ആയതിനു ശേഷം സ്ലോലി പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരാം സ്പീഡ്. അപ്പോൾ വാക്കിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ്. നമ്മുടെ സർക്കുലേഷൻ, നമ്മുടെ പോസ്ചർ, ബാക്ക് പെയിൻ, അതുപോലെ ലേബറിൻ്റെ സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ വാക്ക് ചെയ്യുന്നത് അതറിയാലോ, എല്ലാവരും പറയുന്ന കാര്യമാണ് നടക്കുക എന്നുള്ളത്. ലേബറിന് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ലേബറിന് ശേഷം നമ്മുടെ റിക്കവറി ടൈമിലും നമുക്ക് നടക്കുന്നത് വളരെ ബെനഫിഷ്യലാണ്. ഇനി അടുത്ത ഒരു എക്സസൈസാണ് പ്രീനേറ്റൽ യോഗ. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. പ്രീനേറ്റൽ യോഗ എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സെഷൻസ് വരും. അതിലേതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളവരെണ്ണം കണ്ടുപിടിച്ച് ഡെയിലി അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് ബ്രീത്തിങ് എക്സസൈസ്. ഡെഫിനറ്റ്ലി നമ്മൾ യോഗയുടെ ഒരു പാർട്ട് തന്നെയാണ്
ബ്രീത്തിങ് എക്സസൈസ്. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ലേബറിൻ്റെ സമയത്ത്, നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് കോൺട്രാക്ഷൻസ് വരുമ്പം നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ആശ്വാസമായിരിക്കും. നമ്മൾക്ക് പെയിൻ നമുക്ക് മാക്സിമം അത് ടോളറേറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസും പ്രീനേറ്റൽ യോഗയും അതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മുടെ പോസ്ചർ കംപ്ലീറ്റ് മാറും, നമുക്ക് ലോഡോസിസ് വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലൻസ് ഒക്കെ എഫക്റ്റ് ആവും. അപ്പം ഈ യോഗ വഴി നമുക്ക് നമ്മുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫ്ലെക്സിബിലിറ്റി, സർക്കുലേഷൻ, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് യോഗ ചെയ്യുന്നത് വഴി. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് റെക്കമെൻഡേഷൻ നിങ്ങൾ കണ്ടുപിടിച്ച് ഡെയിലി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിൻ്റെ ഒപ്പം ബ്രീത്തിങ് എക്സസൈസും കൂടെ കവറാകും. അപ്പോൾ ഇത് വളരെയധികം ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. ഇനി അടുത്ത ഒരു എക്സസൈസാണ് കേഗൽസ് എക്സസൈസസ്, അല്ലെങ്കിൽ നമ്മൾ പെൽവിക് ഫ്ലോർ എക്സസൈസസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഡെലിവറിക്ക് ശേഷമൊക്കെ നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് ഭയങ്കര വീക്കാവും ആഫ്റ്റർ ഡെലിവറി. അപ്പം ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് അതിൻ്റെ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു എക്സസൈസാണിത്. അപ്പോൾ ഈ എക്സസൈസ് നമ്മൾ പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, ഏത് പൊസിഷനാണെങ്കിലും. ഇപ്പോൾ നമുക്കൊരു ചെയറിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഫ്ലോറിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് ടൈറ്റൺ ചെയ്യുക, ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇനീഷ്യലി നമ്മൾക്കൊരു 5 seconds ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇതൊരു 10 to 15 times നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ഡെയിലി. ഇനീഷ്യലി 5 seconds ഹോൾഡ് ചെയ്യുക, പിന്നീട് അതൊരു 10 to 15 secondsോളം നമ്മൾ സ്ലോലി അത് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് സ്ട്രെങ്തൺ ആവും. നമുക്കറിയാം, ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം നമുക്കിങ്ങനെ യൂറിനറി ഇൻകോണ്ടിനൻസ് ഒക്കെ വരും. യൂറിൻ ഇപ്പോൾ നമ്മൾ സ്നീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കഫ് ചെയ്യുമ്പോൾ ഒക്കെ ചിലപ്പം യൂറിൻ ലീക്കാവും. കാരണം നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് ആഫ്റ്റർ ഡെലിവറി ഭയങ്കര വീക്കായിപ്പോൾ. അപ്പോൾ ഈ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണിത്. അപ്പോൾ നമ്മളിത് പ്രഗ്നൻസിയുടെ സമയം മുതൽ തന്നെ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ഇനി അടുത്ത ഒരു സേഫ് ആയിട്ടുള്ള എക്സസൈസാണ് സ്വിമ്മിങ് അല്ലെങ്കിൽ വാട്ടർ എയറോബിക്സ്. സ്വിമ്മിങ് അറിയാത്തവരുണ്ടാവും. അങ്ങനെയാണെങ്കിലും നമ്മൾ ചുമ്മാ വെള്ളത്തിലുള്ള എന്ത് എക്സസൈസും, ഇപ്പോൾ ഹൈഡ്രോതെറാപ്പി പോലുള്ള എക്സസൈസസ് ഒക്കെ ഭയങ്കര ബെനഫിഷ്യലാണ്. നമ്മൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ വെയിറ്റ്, വാട്ടറാണ് നമ്മുടെ വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോ ജോയിൻറ്റിലുള്ള പ്രഷറൊക്കെ ഈസി ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എല്ലാ ജോയിൻറ്റ് പെയിൻസിനും അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ നമുക്കൊരു റിലാക്സേഷനാണത്. അങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് നമ്മൾ വാട്ടറിൽ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോതെറാപ്പി അല്ലെങ്കിൽ സ്വിമ്മിങ് അറിയാവുന്നവർ ഡെഫിനറ്റായിട്ടും സ്വിമ്മിങ് ഏറ്റവും സേഫ് എക്സസൈസാണ് പ്രഗ്നൻസിയിൽ. ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലേക്കാളും എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ എല്ലാവർക്കും സ്വിമ്മിങ് അറിയാം. അങ്ങനെ ചില സ്കൂളുകളിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ പോലും നമ്മൾ ഇത്ര മീറ്റർ സ്വിം ചെയ്ത് കാണിക്കണം. അങ്ങനെ സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അഡ്മിഷൻ കിട്ടണമെങ്കിൽ പോലും. അപ്പോൾ അത്രയും മാൻഡേറ്ററി ആയിട്ട് ഇവിടുത്തെ ആൾക്കാർ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് സ്വിമ്മിങ്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു നിർബന്ധമായിട്ട് എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. സ്വിമ്മിങ് അറിയാവുന്നവർ ഡെഫിനറ്റായിട്ട് സ്വിമ്മിങ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി അറിയാത്തവർ എല്ലാ രീതിയിലുള്ള ഹൈഡ്രോതെറാപ്പി അല്ലെങ്കിൽ വാട്ടർ എയറോബിക്സ് പോലുള്ള ആക്ടിവിറ്റീസ് വളരെയധികം ബെനിഫിഷ്യലാണ്. ഇത്രയൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ സേഫസ്റ്റ് ആയിട്ടുള്ള എക്സസൈസസ്. ഇനി അതുപോലെ സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ നമ്മൾ ഒരുപാട് ഹെവി വെയിറ്റ് ഒന്നും ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ലൈറ്റ് ടു മോഡറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് മാത്രമേ നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ സ്റ്റേഷനറി ആയിട്ടുള്ള സൈക്ലിങ് ഇതൊക്കെ ഹെൽപ്ഫുള്ളാണ്. പക്ഷെ എന്നാലും ഒരു 3rd ട്രൈമസ്റ്ററിലൊന്നും നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം ഇത്രയൊക്കെയാണ് സേഫ് ആയിട്ടുള്ള എക്സസൈസസ്. ഇനി നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, ധാരാളം വെള്ളം കുടിക്കണം. നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയി പോകാൻ പാടില്ല എക്സസൈസ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണം ധരിക്കാനായിട്ട്. കാരണം നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത് വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ എപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ലൂസായിട്ടുള്ള, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു ഹൈഡ്രോതെറാപ്പി അല്ലെങ്കിൽ ഈ സ്വിമ്മിങ് ഒക്കെ പറഞ്ഞപ്പം ഒരു ഓവർ ഹീറ്റ് ആയിട്ടുള്ള വാട്ടർ ആവാൻ പാടില്ല. നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്, മിസ്കാരേജസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ പ്രോപ്പറായിട്ട് അന്വേഷിച്ച് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളിതുപോലുള്ള എക്സസൈസസ് ചെയ്യാനായിട്ട്. പിന്നെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, എല്ലാം സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ബോഡി അതിനോട് യൂസ്ഡ് ആവുന്നതിനനുസരിച്ച് നമ്മൾ സ്ലോലി വേണം നമ്മളത് പ്രോഗ്രസ് ചെയ്യാനായിട്ട്.
അല്ലാതെ ആദ്യം തന്നെ ഹൈ ഇമ്പാക്റ്റിൽ നമ്മൾ ഒരു എക്സസൈസും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നമ്മൾ തന്നെ ലിസൺ ചെയ്യണം. നമ്മുടെ ഹാർട്ട് റേറ്റ് ഒരുപാട് കൂടുന്നുണ്ടോ, നമ്മുടെ ബ്രീത്തിങ് ലെവൽ ഓക്കെ ആണോ, നമുക്ക് തന്നെ എന്തെങ്കിലും ഡിസ്കംഫോർട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ബ്രീത്തിങ് റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതൊരു കോൺട്രാൻഡിക്കേഷനാണ്. നമ്മളപ്പോൾ അന്നേരം നമ്മൾ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം എന്തെങ്കിലും ചെസ്റ്റ് പെയിൻ പോലെയോ അല്ലെങ്കിൽ കൺട്രാക്ഷൻസ്, പെയിൻഫുൾ ആയിട്ടുള്ള കൺട്രാക്ഷൻസ് വരുന്നുണ്ടെങ്കിലോ, തലകറക്കം പോലെ ഡിസിനെസ് പോലെ വരുന്നുണ്ടെങ്കിലോ, ഇനി ബേബിയുടെ മൂവ്മെൻറ്റ്സ് കുറയുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലോ, എന്തെങ്കിലും നമുക്കൊരു നോർമൽ രീതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യുക. ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രഗ്നൻസിയിൽ ചെയ്യാൻ പറ്റുന്ന സേഫായിട്ടുള്ള എക്സസൈസസും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.